വണ്ടി വരാറായിട്ടോ, എല്ലാരും റെഡി ആയിക്കോ. അതെ, അതിന് പണിയുണ്ട്. സ്റ്റേജിൽ കയറാൻ പറ്റില്ലേ? കാശ് തിരിച്ചു മേടിക്കൂട്ടാ. മൂത്രപ്പരയുടെ അടുത്ത് വഴിയുണ്ടെന്ന് നടക്ക്. നീ ഇങ്ങനെ മണവാട്ടിമാരുടെ കാര്യം നാണിച്ച് നിൽക്കട്ടെ, എന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ. നീ എന്താ ഇവിടെ ഭരതനാട്യം നടത്താൻ പോവാ? കൊല്ലത്തെ ഫസ്റ്റ് സ്റ്റേജിലിടോ. അവിടെ ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വിചാരിച്ചത്ര സൈസ് ഇല്ലാട്ടാ. ആളൊരു കപ്പലിന്റെ മിട്ടയുടെ അത്ര ഉള്ളൂ. എന്നിട്ട് എവിടെയാ എത്തിയേ? ഇതാ പറയണ പൊക്കത്തിനും വലിപ്പത്തിനും ഒന്നും ഒരു കാര്യമില്ലെന്നേ. കോർപ്പറേഷൻകാരുടെ ഒരു സിമ്പിൾ നമ്മള് ഇവിടുന്ന് ഞാൻ അങ്ങരുത് കേട്ടോ. ഇത് കഴിഞ്ഞ പിന്നെ നേരെ കോഴിക്കോട്ടേക്ക് കഴിഞ്ഞിട്ട് കാസർഗോഡ്. ജോസിനൊക്കെ സീറ്റ് പിന്നിലാട്ടാ. താനും വേണമെങ്കിൽ പോയി പിന്നിലിരുന്നോ. തിരക്കുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് സംഭവം തീരും. സഹിക്കേണ്ടി വരും. ജർമ്മൻ ഗ്രൂപ്പ് എന്നെഴുതി തീരെ ചെറുതായി പോയിട്ടോ. ഗുരു മാധവൻ തമ്പി പത്മശ്രീ പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പിലിരുത്തണം. ഒന്നിരുന്നേ. മെയിൻ സ്പോൺസറല്ലേ? പ്രാഞ്ചേട്ടാ പ്ലീസ്. പത്മശ്രീ കേരളത്തിന്റെ ശബ്ദം ലോകത്തിന്റെ മുന്നിൽ ഉച്ചത്തിൽ കേൾപ്പിച്ച ഈ മഹത് വ്യക്തിയെ നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് ഞാൻ നടക്കുകയാണ്. അപ്പളേക്ക് എവിടുന്ന് കൊണ്ടുവന്നോ ഒരു പത്മശ്രീകാരനെ? സംഭവം ഒരു വെയിറ്റുള്ള സാധനട്ടാ. ശവടക്കിന് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും പത്മശ്രീ കിട്ടിയ. അതെന്തിനാടോ? ചത്തോന്ന് ഉറപ്പിക്കാനാ വെടിവെച്ച് നോക്കണത്? എന്ത് തേങ്ങയാടോ ഈ പത്മശ്രീ? ആ കിളവിന് എന്തിനാ കിട്ടിയത്? ഡാൻസിനോ കാക്കാരിശിക്കോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്ന സാധനം ഇത്. അതെ, പിടിപാടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് നോക്ക്. കാശ് എറിഞ്ഞാൽ മേടിക്കാൻ പറ്റണതാണ് ഈ സകല പാടും. എന്തറിയേണ്ടി വരും? എന്തുകൊണ്ട് പത്മശ്രീക്ക പ്രാഞ്ചിയെ നീ വെറുതെ ഈ മേനോന്റെ ഓരോ ബടായി കേട്ടിട്ട് ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ വല്ല ചക്കയോ വാങ്ങിയിട്ടിയ? കാശ് കൊടുത്ത് മേടിച്ച കഥയൊക്കെ ഉണ്ട്. രണ്ടാളെ എനിക്കറിയാം. മേടിച്ചോ? വർത്താനം നിർത്തിയേ. എന്ത് ചെലവാന്ന് പറ. ക്യാഷിന് ഇട്ടാ ഞാൻ മേടിക്കും. പത്മശ്രീ ശ്രീ പ്രാഞ്ചേട്ടൻ. ആരന്റെ ബാഹുല ചെയ്തിട്ട് ഒരാള് പിടിക്കുകയാണെങ്കിൽ ഇവിടെ സുരേഷ് ബാബുവിനെ പിടിക്കണം. എന്താ പാട്ടാ? കാര്യവും പ്രതിപക്ഷത്താണെങ്കിലും ഇമ്മാരി ഓപ്പറേഷൻ അവൻ ബെസ്റ്റാ. കാശ് കിട്ടിയ മണലോണ്ട് അവൻ കയറിയിരിക്കും. ഞാൻ ഇനിയൊരു സത്യം പറയാം. കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും നിനക്ക് മനസ്സിലായോ? സോറി. നമഃശിവായ 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 ശംഭോ രുദ്ര മഹാദേവ ഭഗവാനെ. പത്മശ്രീ കാശിറക്കേണ്ടി വരൂട്ടാ. ഇറക്കാന്നേ മാത്രല്ല കളി വേറെയും കളിക്കേണ്ടി വരും. ആ കളിയുടെ ക്യാപ്റ്റനായിട്ട് സുരേഷ് ബാബു നിക്കണം. അപ്പൊ ഡൽഹിയിലത്തെ കാര്യം? ഡൽഹിയിൽ എത്രയെങ്കിലും കേരളം കിടക്കണ്ടേ?
സംസ്ഥാന സർക്കാർ അയക്കുന്ന ലിസ്റ്റും വില അവിടത്തെ ഡിസിഷൻ വരിക. ആ ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ ഇവിടത്തെ ചുള്ളന്മാരെ ആരാ മട്ടിലേക്കാ തള്ളണ്ടേന്ന് പറഞ്ഞാ മതി, തള്ളാം. നമുക്ക് സുധാരനെ പിടിക്കാം. വലിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അവനാ കൂട്ടത്തിന് നല്ല ഗാന്ധി സ്നേഹമുള്ളവനാ. നടക്കണ കാര്യമല്ലേ ചങ്ങാതി. അതിപ്പോ പാർട്ടിയുടെ ഒരു ലിസ്റ്റ്, പിന്നെ ഘടകകക്ഷികൾ ചില നോമിനീസ്, അങ്ങനെ എലിജിബിളായ എത്ര പേരുണ്ടാവും? കഴിഞ്ഞ തവണ 24 പേരുടെ പേര് പോയിട്ട് കിട്ടിയത് എത്ര പേർക്കാ? എല്ലാം തികഞ്ഞോന്മാർ തന്നെ ബാക്കി കിടക്കുക. അല്ലേലും നിങ്ങളുടെ പാർട്ടിക്കാരെ പ്രശ്നത മുടക്കാൻ പറഞ്ഞേ തുടങ്ങുള്ളൂ. താൻ ആ സ്റ്റേറ്റ് ലിസ്റ്റിലൊന്ന് കയറ്റിത്താടോ. ഡൽഹിയിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഡൽഹിയിൽ എന്ത് തോന്നിയ ദിവസം നടക്കും? അതൊക്കെ ഇവിടെയും നടക്കും. താൻ ആ വിഷയം വിട്. ഇനിയിപ്പോ ഭരണം മാറിയിട്ട് മതി വെച്ചാലും പ്രശ്നമല്ല. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇക്കുറി തന്നെ വേണം, അല്ലേ പ്രാഞ്ചി? അതെ, അതും ഒരു ദിവസം നേരത്തെ കിട്ടിയ അത്രയും സന്തോഷം. ഇതെന്താ ഫ്രാൻസിസേ, റേഷനറി അളക്കണ കാര്യോ പറയണേ? ഈ സുരേഷ് വിവരമില്ലാഞ്ഞിട്ട് പറയണതാ. അല്ല ഞാൻ ചോദിക്കട്ടെ, ആരേലും ചോദിച്ചാ നമുക്ക് എന്തുട്ടാ പറയാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട്? തനിക്ക് എന്തോരം വേണ്ടി വരും എലിജിബിലിറ്റി? സുധാകര, നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുള്ള കാര്യ പറയണത്. വേണ്ട, നമുക്ക് പോവാടാ. സുധാര, എന്താ യോഗ്യത എന്നല്ലേ നീ ചോദിച്ചേ? ഇടത്തുനിന്നും വലത്തുനിന്നും കൈ നീട്ടുമ്പോ കണക്ക് നോക്കാണ്ട് വാരി തന്ന തന്നെയാണ്ട യോഗ്യത. ഇത് ക്യാഷിന് കിട്ടണമെങ്കിൽ ഫ്രാൻസിസ് മേടിക്കും. എന്നിട്ട് അതും കഴുത്തിൽ തൂക്കിയിട്ട് തൃശ്ശൂർ റൗണ്ടാ നടക്കും. വേനോ വായോ. എന്റെ ഐഡിയ അത്. നമ്മുടെ അന്യമാഷ്ട അമ്മാവനാണല്ലോ തൃശ്ശൂർ ബിഷപ്പ്. ആ വഴിക്കൊരു റെക്കമെൻഡേഷൻ. അത് നന്നായി. രാഷ്ട്രീയക്കാരൻ കൈവിടുമ്പോ മതം, അതും നടന്നില്ലെങ്കിൽ മത തീവ്രവാദം. നന്നായിണ്ട്. അത് ശരിയാവൂ. അങ്ങോരൊരു ടൈപ്പ് ആളാ. മാഷെ, അന്യന്മാരൊന്നും അല്ലല്ലോ, തന്റെ അമ്മയുടെ ആങ്ങളെയല്ലേ? അതൊക്കെ തറവാട്ടിലല്ലേ മെന്നെ. അരമനെ ചെന്ന അങ്ങോരു ബിഷപ്പല്ലേ, അവിടെ എന്തുട്ടാ അമ്മാവനും മരുവനും? മാഷയുടെ ഭാര്യ വീട്ടിലും മാഷയുടെ ഭാര്യയല്ലേ? പള്ളിയിൽ വെച്ച് കാണുമ്പോ അവള് വല്യമ്മയുടെ മോളാവില്ല. എന്താ മെന്നത് കാര്യം പറയണതിന്റെ ഇടയിൽ ഒരുമാതിരി. ഒരു ശ്രമം നടത്തി നോക്കാം മാഷെ. ഇല്ലാച്ചാ പോട്ടെന്നേ. അല്ല, ഈ ബിഷപ്പ് പറഞ്ഞപ്പോഴത്തെ ഗവൺമെന്റ് കേൾക്കുന്നത് എന്തത്ര ഉറപ്പ്? സഭയും പാർട്ടിക്കാരും ഒന്നും തമ്മിൽ തല്ലല്ലേ? അത് വിട്. ഈ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാര് തലയിൽ മുണ്ടിട്ട് അരമനെ ചെന്ന് ബിഷപ്പ്മാരുടെ കയ്യിൽ കിസ് ചെയ്യണ കഥയൊക്കെ എനിക്കറിയാട്ടാ. ഈ ബിഷപ്പ് ചാർജ് എടുത്തതിന് ശേഷം 3 പള്ളിപ്പണിക്ക് ഡൊണേഷൻ ഉണ്ടെന്ന് വായിണ്ട്. അല്ല, തനിക്കിപ്പോ എന്താ ഒരു പത്മശ്രീ മോഹം? വിജയശ്രീനെ മോഹിക്കാൻ പറ്റില്ലല്ലോ, അവര് മരിച്ചു പോയില്ലേ. താൻ നാളെ ഞങ്ങളുടെ കൂടെ വരുന്നു, എന്താ? ശരി. പ്രാഞ്ചി എഴുന്നേറ്റ്. ഈ പിള്ളേര് ഞങ്ങളുടെ പായണേ. പിള്ളേര് കൃമി കടിച്ചിട്ട് ഓടുന്നതാവൂടോ. സർക്കാർ വകയല്ലേ ഉച്ചഭക്ഷണം. നീ ഇങ്ങോട്ട് വന്നേ. എന്തുട്ടാണ്ട സുബ്ര? അല്ല, ഈ ഗഡിനല്ലേ കാറിന് അക്ഷരം എഴുതി പഠിക്കാ. ഞാൻ കണ്ടതുകൊണ്ട് ഒരക്ഷരം എഴുതി. അത് ഏതക്ഷര? അക്ഷരല്ലത്, ഇത് കൂന്ന. കൂന്നാണോ അതോ കൂന്നാണോ? അതിൽ അപകടം ഉണ്ട്. സത്യമാണോ ഈ കണ്ടത്? പോയി ഓഫീസിൽ പോയി നിൽക്ക്. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ടാ. പ്രാഞ്ചി സോറി ട്ടാ. ക്രാങ്ങളല്ലേ മാഷെ? മാഷേ, ഇത് പിടിച്ച എന്തിനാ? സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും അത് ലഭിച്ച നാളിൽ തന്നെ അതിന്റെ മുൻനിര പോരാളി പരമോന്നത അധികാരസ്ഥാനം കൈയാളുകയും ചെയ്തു എന്നതാണ് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ചരിത്രം. പക്ഷെ അതിന് അപവാദമായിരുന്നു ഭാരതം. അഹിംസയുടെ മാർഗത്തിലൂടെ കൈവന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തില്ല നമ്മുടെ മഹാത്മാവ്. മാത്രവുമല്ല, സ്വാതന്ത്ര്യപ്രാപ്തിക്കായി രൂപമെടുത്ത പ്രസ്ഥാനം പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹത്തായ ആ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അധികാരവും സ്ഥാനമാനങ്ങളും ത്യജിക്കാൻ ശീലിക്കുക, കർമ്മം ചെയ്യുക. അതിനുള്ള പ്രതിഫലം പാരിതോഷികമായോ പുരസ്കാരമായോ നമ്മെ തേടി വരാം, വരാതിരിക്കാം.